ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ കിഷ്കിന്ദകാന്ഡം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആസിഫ് അലി നായകനാക്കി ദിൻജിത്ത് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് എത്തിയ കിഷ്കിന്ദകാന്ഡം ആ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച 5-ാം ദിവസം തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആകെ 5 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിലെ ഏറം എന്ന സിനിമയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കിഷ്കിന്ദകാന്ഡം എന്ന സിനിമയുടെ കാര്യവും. തിരുവോണ ദിവസമാണ് ഓണനാളുകളിലെ ഏറ്റവും വലിയ ദിവസമെങ്കിൽ പോലും തിരുവോണം കഴിഞ്ഞു വരുന്ന അവിട്ടം ദിവസമാണ് മലയാളം സിനിമകൾ പ്രത്യേകിച്ച് കിഷ്കിന്ദകാന്ഡത്തിനാണെങ്കിലും ARMനാണെങ്കിലും ഏറ്റവും മികച്ച ദിവസമായിട്ട് കേരള ബോക്സ് ഓഫീസിൽ മാറിയിരിക്കുന്നത്. സിനിമയുടെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഞായറാഴ്ച തിരുവോണ ദിവസം ഇതേ സമയം 91 ലക്ഷത്തിന് മുകളിലായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 1,97 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവോണ ദിവസത്തേക്കാൾ 1 കോടിയിലധികം കളക്ഷൻ വർധനയാണ് ഇന്ന് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 3 കോടിയിലേറെ ഇന്ന് കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ 3-4 കോടി റേഞ്ചിൽ കേരള ഗ്രോസ് കളക്ഷൻ ഇന്ന് മാത്രം നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ആസിഫിന്റെ കരിയറിലെ ഒരൊറ്റ ദിവസത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് കിഷ്കിന്ദകാന്ഡം മാറിയിരിക്കുകയാണ്. ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയായിട്ട് തിയേറ്ററുകളിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയ്ക്ക് ആകെ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 7-8 കോടി റേഞ്ചിൽ ഗ്രോസ് കളക്ഷൻ ആണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നത്തോടെ 10 കോടി കടക്കുകയാണ്. ആകെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 14-15 കോടി റേഞ്ചിലാണ് നിലവിൽ നാം കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓണം റിലീസായിട്ട് എത്തിയ മലയാളം സിനിമകളിൽ ഒരുപാട് സ്ക്രീനുകളിലൊന്നും തന്നെ റിലീസ് ചെയ്യാതെ പോലും കിഷ്കിന്ദകാന്ഡം എന്ന സിനിമ വൻ തരംഗമായിട്ട് മാറിയിരിക്കുകയാണ്. കാത്തിരിക്കുക അടുത്ത ദിവസങ്ങളിൽ ഇതുൾപ്പെടെയുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.